രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചെടുക്കണം എന്നൊരാവശ്യം KPCC ഭാരവാഹി യോഗത്തിൽ ഉയർന്നു വന്നു. രാഹുലിന്റെ പേരെടുത്ത് പറയാതെ A ഗ്രൂപ്പുകാരനായ ഒരു ഭാരവാഹി ഇങ്ങനൊരു ആവശ്യം ഉന്നയിക്കുകയായിരുന്നു എന്നതാണ് സലിം മാലിക് റിപ്പോർട്ട് ചെയ്യുന്നത്. സലിം ഉണ്ട് വിശദാംശങ്ങളുമായി. സലിം, എന്തായിരുന്നു ആവശ്യം? പേരെടുത്ത് പറയാതെ ഈ CPIM-ലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നത് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ഭാരവാഹി ഇത് കാര്യം ഉയർത്തിയത്. അതിൽ മറ്റ് നേതാക്കളുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? അനുജ, അല്പസമയം മുൻപാണ് KPCC-യുടെ പുതിയ പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ആദ്യ ഭാരവാഹി യോഗം സമാപിച്ചത്. ആ ഭാരവാഹി യോഗത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനായും ഈ നിലയിലൊരു ആവശ്യം ഉയർന്നത്. A ഗ്രൂപ്പുകാരനായ ഒരു ഭാരവാഹി തന്നെയാണ് ഇത്തരത്തിലൊരു ആവശ്യം പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരിച്ചെടുക്കണമെന്ന് പേരെടുത്ത് പറയുകയായിരുന്നില്ല. CPIM-ലൊക്കെ ലൈംഗികാരോപണങ്ങൾ നേരിട്ട പലരെയും പ്രധാന പദവിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും KPCC മാത്രം ആ നിലയിലേക്ക് മാറാതിരിക്കുന്നത് ശരിയല്ല എന്നൊരു നിലപാടായിരുന്നു A ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന്, A ഗ്രൂപ്പിലെ ഒരു ഭാരവാഹിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പക്ഷേ നേതാക്കൾ അതിനെ കാര്യമായ ആ ഗൗരവത്തിൽ ഉൾക്കൊണ്ടില്ല. A ഗ്രൂപ്പിന്റെ തന്നെ ഒപ്പമുണ്ടായിരുന്ന മറ്റ് സഹഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ആ പരാമർശത്തെ ചിരിച്ചു തള്ളുക മാത്രമാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് അതിനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോലും വരാൻ ഒരു നേതൃത്വവും ഏതെങ്കിലും നിലയിൽ മറ്റാരെങ്കിലും, ഈ ഭാരവാഹി ഒഴികെ മറ്റാരെങ്കിലും അതിന് മുൻകൈ എടുത്തതുമില്ല എന്നുള്ളതാണ്. അതിനിടയിൽ കൂടുതലും ഐക്യനീക്കവുമായി ബന്ധപ്പെട്ട ഐക്യാഹ്വാനം നൽകുന്നതായിരുന്നു ഇന്നത്തെ KPCC യോഗം. വലിയ വിമർശനങ്ങൾ അതിന് KPCC യോഗത്തിനുള്ളിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. SIR ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരേ സമയം അതിനെ എതിർക്കുമ്പോൾ തന്നെ വോട്ട് ചേർക്കാനുള്ള തീരുമാനമാണുള്ളത്. തങ്ങളുടെ വോട്ടുകൾ വെട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് വോട്ട് ചേർക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ഉൾപ്പെടെ ആലോചിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ ജനറൽ സെക്രട്ടറിമാർക്കാണ് ഓരോ ജില്ലയുടെയും ചുമതല നൽകിയിരിക്കുന്നത്. അത് മാറ്റി വൈസ് പ്രസിഡന്റുമാർക്ക് നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റിനെ ഇക്കാര്യത്തിൽ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അനുജ, ശരി, സലിം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.